ഹായ്. കഴിഞ്ഞ ദിവസം മെസ്സിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് താഴെ പതിവ് പോലെ കുറച്ച് ഹെയ്റ്റ് കമൻറ്റ് വന്നിരുന്നു. അതിലൊരു സാധനമാണ് ഫിഫ മെസ്സി ഹാൻഡ് ബോൾ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. സാധാരണ ഒരു സാർക്കാസം പോലും, അതായത് മെസ്സി നല്ല ഭംഗിയായിട്ട് മുന്നേറുന്നൊരു സംഭവം വീഡിയോ എടുത്തിട്ട് ഫിഫ എന്നൊക്കെ എഴുതി വിടുമ്പോൾ ആളുകൾ സാർക്കാസം എന്നറിയാതെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ സംഭവം നോക്കി അതല്ല. ഇത് ശരിക്കും ഒരു ഫേക്കായിട്ട് ഒരു ഫാക്ടറിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. ഈ വീഡിയോ നോക്കൂ. ഇതിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണാം, ലയണൽ മെസ്സിയുടെ ഹാൻഡ് ബോൾ കാണാം, റെഫറിയെ കാണാം, വാൻഡൈക്കിനെ കാണാം. വാൻഡൈക്കിന് ഒരു എക്സ്പ്രഷൻ അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ നെവർ ഫോർഗോട്ട് ദ ഡേ വാൻഡൈക്ക് റിലീസ് ദ ട്രൂത്ത് എന്നൊക്കെ ചേർത്തിട്ടാണ് അതിൽ കൂടെ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വാൻഡൈക്ക് ഞാനൊരു ഡൈഹാർഡ് ലിവർപൂൾ ഫാനാണ്. ചൈൽഡ്ഹുഡ് മുതൽ വാൻഡൈക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വാൻഡൈക്ക് മെസ്സിയെ പറ്റി എന്ത് പറയുന്നത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം. അതിന് മുന്നേ ഹാൻഡ് ബോളുകൾ സാധാരണ ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടല്ലേ, മെസ്സിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ നെയ്മർ ഉണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ പ്രത്യേക തരത്തിൽ ഹാൻഡ് ബോളുകൾ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം നെതർലാൻഡിലെ കളി ലോകത്ത് എല്ലാവരും അത്രയധികം വാച്ച് ചെയ്തൊരു കളി കൂടിയാണ്. അപ്പോൾ ഇതിൽ യഥാർത്ഥ ഇൻസിഡൻറ്റിനും ഫിഫ നിയമങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. നോക്കൂ, ഈ മൊമെൻറ്റ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയോ? മെസ്സിക്കെതിരെ ഫൗൾ സംഭവിക്കുന്നു. അത് വളരെ തന്ത്രപരമായിട്ട് ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മെസ്സിക്കെതിരെ ഫൗൾ ചെയ്യുന്നു. ആ പന്ത് പക്ഷേ അർജന്റീനക്കാർക്ക് തന്നെ വരുന്നു. അപ്പോൾ റഫറി കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. അതാണ് മക്കളെ അഡ്വാൻറ്റേജ് പ്ലേ. ഈ അഡ്വാൻറ്റേജ് പ്ലേ തുടങ്ങിയത് മുതലാണ് ഫുട്ബോളിൽ വളരെ രസകരമായ മുന്നേറ്റങ്ങളും ഗോളുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അത് കാണാൻ പാടുള്ളൂ. അപ്പോൾ തിരിച്ച് വീണ്ടും ഈ ബോൾ അർജന്റീനക്കാർക്ക് വരുന്നു. വീണ്ടും മെസ്സിയുടെ അടുത്തേക്ക് വരുന്നു. മെസ്സിക്ക് എത്തിപ്പെടാനാവാത്ത രീതിയിലായതുകൊണ്ട് മെസ്സി കൈകൊണ്ട് തടുക്കുന്നു. പ്രീവിയസ് ഫൗളിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നു. ഇതാണ് വിഷയം. ഇതിൽ യെല്ലോ കാർഡ് റൂൾ എന്താണെന്ന് നോക്കാം. ശരിക്കും അർജന്റീനയ്ക്ക് അർഹതപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഫൗളായിട്ട് തിരിച്ചു നൽകുകയോ ചെയ്യേണ്ട ഒരു പന്താണ്. ഇതിൽ ഒരു നെതർലാൻഡിൻ്റെ ഒരു പ്രോമിസിങ് അറ്റാക്ക് തടുക്കുകയോ ഗോൾ സ്കോറിംഗ് തടുക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവിടെ യെല്ലോ കാർഡ് നൽകാത്തത്. ശരിക്കും അർജന്റീനയ്ക്ക് നൽകേണ്ട ഒരു ഫൗള് മെസ്സി കൈകൊണ്ട് ടച്ച് ചെയ്തതിനാൽ നെതർലാൻഡിന് വേണ്ടി ഫൗളാക്കി അവർക്ക് നൽകുകയും അവർക്ക് പന്ത് പൊസിഷൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിലെ യാഥാർത്ഥ്യം. ഈ 2026 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളിക്കാരെ ലാസ്റ്റ് കളിയാണ്, ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ വിളിക്കുന്നു. മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, മോഡ്രിക്, മുഹമ്മദ് സല, മാനുവൽ ന്യൂയർ, അതുപോലെ ഡിബ്യൂണെ, നിരവധി കളിക്കാരുടെ അവസാന വേൾഡ് കപ്പാണ്. അവരെ ഹാർഡ് വർക്കുകളൊക്കെ ഒന്ന് വാല്യൂ ചെയ്യുക, അതുപോലെ അവരൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക, ഹെയ്റ്റ് ക്യാമ്പയിനിലൊന്നും പങ്കെടുക്കാതിരിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.